നമസ്കാരം. ഞാൻ കുറച്ച് നാളുകളായിട്ട് നമ്മളുടെ യൂട്യൂബ് ചാനലിൻ്റെ ഇടയിൽ ഒത്തിരി കമൻറ്റുകൾ ഇങ്ങനെ വരുന്നുണ്ട്. അതായത് എനിക്ക് സെൽഫ് ലവ് ഇല്ല, അല്ലെങ്കിൽ എനിക്ക് എന്നെ തന്നെ എങ്ങനെ ഇഷ്ടപ്പെടാം, മറ്റുള്ളവരെ എന്നെ ചിന്തിക്കണത്, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനായിട്ട് ഞാൻ കൂടുതൽ ബുദ്ധിമുട്ടുന്നു, എനിക്കതുകൊണ്ട് എനിക്ക് എന്നെ തന്നെ ഇഷ്ടപ്പെടാൻ ഇല്ല പറ്റാത്തൊരവസ്ഥ. ഇത് ഒരു സാധാരണ കേട്ടുകൊണ്ടിരിക്കുന്നതോ അല്ലെങ്കിൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പൊതുവേ അങ്ങനെ ഒരു കേട്ടിരിക്കുന്ന ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനും ഇതിൽ കൂടെ ഒരു പരിധി വരെ കടന്നു പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ആ പബ്ലിക് സ്പീക്കിംഗ് ലേക്ക് കടക്കുന്ന സമയത്ത് മറ്റുള്ള ആൾക്കാർ നമ്മളെങ്ങനെ ചിന്തിക്കും, അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെ എങ്ങനെ ജഡ്ജ് ചെയ്യും എന്നുള്ളതൊക്കെ ഒരു ആദി കൊണ്ട് നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ ഒതുങ്ങി നമ്മൾ നമ്മളെ തന്നെ വെറുക്കണ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമൊന്നുമല്ല. അതൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരവസ്ഥയാണ്. പക്ഷേ ഏഹ്, ഈ ഈ ഈ 3 കാരണങ്ങൾ കൊണ്ടാവാം കൂടുതൽ ആൾക്കാരും അങ്ങനെ ചിന്തിക്കണത്. കാരണം മറ്റുള്ള ആൾക്കാർ നമ്മളെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ, അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ നമ്മളെ നോക്കി ചിരിച്ചാലോ, അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ നമ്മളെപ്പറ്റി എന്തെങ്കിലും നെഗറ്റീവ് കമൻറ്റ് പറഞ്ഞാലോ എന്നൊക്കെയുള്ള ചിന്തകളിൽ നിന്നാണ് എനിക്ക് തോന്നണത്. പല പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ള അനുഭവം കൊണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത്തരം നെഗറ്റീവ് സെൽഫ് ടോക്കും അല്ലെങ്കിൽ ആ ഒരു സെൽഫ് ലവ് ഇല്ലായ്മയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കണത് എന്ന് തോന്നുന്നു. അപ്പോൾ എനിക്കത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് ഒരു യുവൽ ഹരാരിയുടെ ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമായിരുന്നു സാപ്പിയൻസ് എന്ന് പറഞ്ഞൊരു പുസ്തകം. അതെന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ചരിത്രത്തെപ്പറ്റി പറയുന്ന വളരെ ബൃഹത്തായ വലിയൊരു പുസ്തകമാണ്. അപ്പോൾ അതിൽ ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് മനുഷ്യനെ മറ്റുള്ള ജീവികളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് നമ്മളുടെ ബുദ്ധിയോ അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ഹിസ്റ്ററി പറയാനുള്ള കഴിവോ അറിവോ ഒന്നുമല്ല. മനുഷ്യന് കഥകൾ പറയാനുള്ള കഴിവാണ്. നമ്മളെപ്പോഴും കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ? അതായത് നമ്മൾ ലോകത്തെപ്പറ്റി കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മൾ മറ്റുള്ളവരെ പറ്റി കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മൾ കൂടെയുള്ളവരെ പറ്റിയിട്ടും അല്ലെങ്കിൽ നമ്മൾ ജനിച്ച നാൾ മുതൽ എത്ര എത്ര കഥകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇത്തരം കഥകളാണ് ചിലപ്പോൾ നമ്മെ തന്നെയും അല്ലെങ്കിൽ നമ്മൾ നമ്മളോട് തന്നെ പറയുന്ന ചില കഥകളാണ് നമ്മളെ ചിലപ്പോൾ ഈ നെഗറ്റീവ് സെൽഫ് ടോക്കിലേക്കും അല്ലെങ്കിൽ ആ സെൽഫ് വർത്ത് അല്ലാത്ത രീതിയിലും ഒക്കെ ആക്കി പോണത് എന്ന് എനിക്ക് തോന്നാറുണ്ട്. യുവൽ ഹരാരി അങ്ങനെ അങ്ങനെ ഒത്തിരി ആ കഥകളെ പറ്റി പറയുന്നുണ്ട്. കാരണം മനുഷ്യനോട് തന്നെ അവനെപ്പറ്റി തന്നെ കഥ പറയാനുള്ള ഒരു കഴിവുണ്ട്. അപ്പോൾ ഈ നെഗറ്റീവ് സെൽഫ് ടോക്കും അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സെൽഫ് ഇമേജിനെ പറ്റിയിട്ടൊക്കെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില കഥകളുണ്ടല്ലോ. ചിലപ്പോൾ ആ കഥകൾ അത്ര നല്ല കഥകളല്ലായിരിക്കാം. അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരുടെ ഒപ്പീനിയൻ ബേസ് ചെയ്തിട്ട് പണ്ടെങ്ങോ അവർ നമ്മളെപ്പറ്റി പറഞ്ഞ കാര്യങ്ങളെ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് അതിനെ രൂപപ്പെടുത്തിയെടുക്കുന്ന കഥകളാവാം ചിലപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായിരിക്കാം മിക്കവരും നമുക്ക് തന്നെ ഇഷ്ടപ്പെടാത്ത ഒരാളായി മാറാനുള്ള ഒരു കാരണം. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ കഥകൾക്കൊരു പ്രത്യേകതയുണ്ട്. കഥകൾ നമുക്ക് മാറ്റാം. അതുപോലെ തന്നെ നമ്മെ പറ്റി പറയണ കഥകളും നമുക്ക് മാറ്റി എഴുതാൻ പറ്റും. അതെങ്ങനെയാണെന്നല്ലേ? നമുക്കിങ്ങനെ ചെയ്യാം. ഒരു 3 പണികൾ ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒന്ന്, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, മറ്റുള്ള ആൾക്കാർ നമ്മളെപ്പറ്റി പറയണ കാര്യങ്ങൾ അത് അവരുടെ ഇൻസെക്യൂരിറ്റിയിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരുടെ എക്സ്പീരിയൻസിൽ നിന്നും ഉണ്ടാവണം, അല്ലെങ്കിൽ അവരുടെ പേടികളിൽ നിന്നും ഉണ്ടാവുന്ന ഒപ്പീനിയനാണ്. സെനിക്കയുടെ ബുക്കിൽ നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞ പോലെ അത് നിങ്ങളെ പറ്റിയിട്ടുള്ള റിയാലിറ്റി അല്ല, അത് അവരുടെ ഒപ്പീനിയനാണ്. അതിനങ്ങനെ മാറ്റി വയ്ക്കാൻ നമുക്ക് പറ്റണം. പിന്നെ ചിലപ്പോഴൊക്കെ നമുക്ക് ബൗണ്ടറികൾ ആവശ്യമായിട്ട് വരാം. നമ്മുടെ പീസ് ഓഫ് മൈൻഡിനെയും നമ്മളോട് തന്നെ ഇഷ്ടത്തിനെയും മറ്റുള്ള ആൾക്കാരുടെ ഒപ്പീനിയൻസ് ഒത്തിരി ഇൻട്രൂഡ് ചെയ്യുകയാണെങ്കിൽ സംടൈംസ് നമ്മൾ അതിനൊരു നോ പറയാനായിട്ട് പഠിക്കേണ്ടത് ഒരു അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എങ്ങനെ നമ്മുടെ കഥകൾ മാറ്റി എഴുതാമെന്നല്ലേ. ഒന്ന്, നമ്മളോട് തന്നെ പറയണ കഥകളെ ശ്രദ്ധിക്കുക. ചിലപ്പോൾ ഇങ്ങനെയും പറയാറുണ്ട്, നമ്മളെപ്പറ്റി കൂടുതൽ നെഗറ്റീവ് തോട്ടുകൾ വരികയാണെങ്കിൽ തോട്ട് എന്ന് പറയുന്നത് ഒരു തോട്ട് മാത്രമാണ്. നമ്മൾ കഴിഞ്ഞ ആ വീഡിയോയിൽ പറഞ്ഞ പോലെ, സെനിക്ക പറഞ്ഞ പോലെ, തോട്ട് എന്ന് പറയുന്നത് ഒരു തോട്ടാണ്. നമ്മളെ പറ്റിയുള്ള ഒരു ചിന്ത മാത്രമാണ്. അത് നമ്മുടെ റിയാലിറ്റി അല്ല. പക്ഷേ അതിലൊരു കഥയുണ്ടെങ്കിൽ ആ കഥയിൽ എന്നെ കാണണ എന്നെ മോശമായി ചിത്രീകരിക്കണ ഞാനാണെങ്കിൽ എനിക്ക് ആ കഥ വേണ്ട. എനിക്ക് എന്നോട് തന്നെ എൻ്റെ നല്ല കഥ പറഞ്ഞ് പഠിച്ചു തുടങ്ങാം. നമ്മൾ കുറച്ച് നാൾ മുമ്പ് ജേർണലിംഗ് എഴുതി തുടങ്ങിയില്ലേ, അതുപോലെ തന്നെ നമുക്ക് നമ്മളോട് പറയണ കഥകൾ തന്നെ മാറ്റി എഴുതാം. അപ്പോൾ എൻ്റെ കഥയിൽ ഐ ആം നോട്ട് ഗുഡ് ഇനഫ് എന്നാണെങ്കിൽ എനിക്ക് അതിനെ മാറ്റിയിട്ട് ഐ ആം ഇനഫ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോറി നമ്മൾ എഴുതി തുടങ്ങാം. അതായത് അങ്ങനെ ചെറിയ രീതിയിൽ, അതായത് നമ്മൾ ആ കേട്ടുകൊണ്ടിരിക്കണം നമ്മളുടെ ഇന്നർ ടോക്കിനെ പതുക്കെ ഒന്ന് ചലഞ്ച് ചെയ്ത് തുടങ്ങി നോക്കുക.
ചിലപ്പോൾ അത് വർക്ക് ചെയ്യായിരിക്കും. കാരണം ആ ഒരു സ്റ്റോറിയിൽ നമ്മൾ നമ്മളെ തന്നെ മോശമാക്കി പറയണതിനെ മാറ്റിയിട്ട് ഐ ആം നോട്ട് ഗുഡ് എനഫ് എന്ന് പറയണത് ഞാൻ എന്നോട് തന്നെ പറയാണ് ഐ ആം ഇനഫ് എന്ന് പറഞ്ഞ് നമ്മൾ ആ കഥേനെ പതുക്കെ ഒരു തവണ 2 തവണ മാറ്റി മാറ്റി എഴുതി ചിലപ്പോൾ നമ്മൾ പല പുസ്തകങ്ങളിൽ ഇങ്ങനെ പറയാറുണ്ട് നമ്മൾ ആ ഒരു മിറർ ടെക്നിക്കൊക്കെ ഉപയോഗിക്കും. നമ്മളൊരു കണ്ണാടിയുടെ മുമ്പിൽ ഒരു ദിവസം ചെന്ന് നിന്നൊക്കെ രാവിലെ തന്നെ ഐ ആം ഇനഫ് അല്ലെങ്കിൽ ഞാൻ ഗുഡ് ഇനഫ് ആണെന്ന് എന്നെ തന്നെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പതിയെ നമ്മളെപ്പറ്റി പറയുന്ന കഥയുടെ രൂപം മാറും. അതിനെ നമുക്ക് നമ്മളെ ഒരു ഹീറോ ആക്കി മാറ്റിയെടുക്കാവുന്ന രീതിയിലേക്ക് നമ്മളുടെ കഥകൾ തന്നെ എഴുതി തുടങ്ങാൻ പറ്റും. ഇത് ഒത്തിരി വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. നമ്മളെപ്പറ്റിയുള്ള കഥ നമ്മളോട് തന്നെ പറയണ നമ്മുടെ കഥയെ നമ്മൾ മനസ്സിലാക്കുന്നു. അതിനെ പതുക്കെ നമ്മളൊന്ന് മാറ്റി എഴുതുന്നു. എന്നിട്ട് ആ കഥ തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ആ ഒരു സെൽഫ് ലവ് ഇല്ലാത്ത നമുക്ക് സെൽഫ് ലവ് ഉള്ള നമ്മളാക്കി മാറ്റിയെടുക്കാൻ പറ്റുമെന്നാണ് ഒത്തിരി പുസ്തകങ്ങളിൽ ഞാൻ വായിച്ചിട്ട് എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. ഈ യുവാൽ ഹറാരിയുടെ ഈ സാപ്പിയൻസ് എന്ന് പറയുന്ന പുസ്തകം ഇങ്ങനത്തെ ഒത്തിരി ചെറിയ കഥകളുടെ ഒരു കൂട്ടമാണ്. നിങ്ങൾക്ക് ഈ പുസ്തകത്തെപ്പറ്റി കേൾക്കണമെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങളൊരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ താഴെ സാപ്പിയൻസ് എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞങ്ങളൊരു ഇനി വരുന്ന ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഞങ്ങൾക്ക് ചിലപ്പോൾ അതൊരു കഥ പോലെ നിങ്ങൾക്ക് പറയാൻ പറ്റും. കാരണം മനുഷ്യൻ എന്ന് പറയണത് നമ്മൾ കോടാനുകോടി മനുഷ്യന്മാർ ഈ ഭൂമിയിൽ ജീവിച്ച് മരിച്ചു പോയിട്ടുണ്ട്. ഇപ്പോൾ ഇതിലിങ്ങനെ ചോദിക്കുന്നുണ്ട് 100 വർഷം മുമ്പുള്ള നമ്മളുടെ ഏതെങ്കിലും ബന്ധുക്കളെ നമ്മളിപ്പോൾ ആലോചിച്ചിരിക്കുന്നുണ്ടോ? നമുക്കറിയുമോ? ഇല്ല. എന്നാൽ ഒരു 100 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെല്ലാം ഭൂമിയിൽ നിന്ന് പോയി കഴിഞ്ഞിട്ട് ഒരു 100 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും ഓർത്തിരിക്കുമോ? ഇല്ല. അപ്പോൾ നമ്മളൊരു ചെറിയൊരു സമയത്തേക്ക് വന്നിട്ടുള്ള ആൾക്കാരാണ്. അതിനെ നമുക്ക് നമ്മളെ തന്നെ ഇഷ്ടപ്പെട്ട് നമ്മളൊരു പ്രൊഡക്റ്റീവായിട്ട് ഹാപ്പി ആയിട്ട് മറ്റുള്ള ആൾക്കാർക്ക് കുറച്ച് സന്തോഷം കൂടി പകർന്ന രീതിയിൽ ജീവിക്കാൻ പറ്റണം എന്ന് പറയണ ഒരു പുസ്തകമാണ് ഈ സാപ്പിയൻസ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സെൽഫ് ലവിനെ പറ്റിയിട്ടാണ്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ ഇതിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഒപ്പം തന്നെ ഈ ബുക്ക് ഞങ്ങൾ റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഒരു ഫുൾ എപ്പിസോഡായിട്ട് ചെയ്യണമെങ്കിൽ സാപ്പിയൻസ് എന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു.